അധികം പ്ലാനിങ്ങും ചർച്ചകളോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ ഈ ഒരു ഊട്ടി പോക്ക്. അത് ഋഷുവിൻ്റെ ഫാമിലീൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, കുറച്ച് നേരം വൈകിയോ എന്നൊരു സംശയം കേട്ടോ. ഇത് ഇന്ന് ഋഷുവിൻ്റെ ബ്രദറാണ് കേട്ടോ. വലിയ ആറ്റിറ്റ്യൂഡ് ഇടാണ്. ഞാൻ ക്യാമറ ഓണാക്കി പറഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടത് ചെറിയ ബ്രദറാണ്. ഇത് പിന്നെ ഷുട്ട് ബേബി. ആ വരുന്നതാണ് കേട്ടോ വലിയ ബ്രദറ്. അത് പിന്നെ ഉമ്മാനെ പിന്നെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ നേരെ കൂടല്ലൂർ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുതുമല ടൈഗർ റിസർവൊക്കെ കയറാനായിട്ടുള്ള ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് എനിക്ക് നല്ല വൃത്തിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പം എന്താ അറിയില്ല, വണ്ടീൻ്റെ ഫാസ്റ്റ് അങ്ങ് കൂടി പോയി. അങ്ങനെ ഞങ്ങൾ മസനക്കുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ആനിമൽ സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മാങ്കൂട്ടം തന്നെ കേട്ടോ. കുറേ മാനുണ്ടായിരുന്നു. കൊമ്പുള്ള മഞ്ഞ്, പിന്നെ പുള്ളിയുള്ള മഞ്ഞ്, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി കാഴ്ച കഴിഞ്ഞിട്ട് ഒരു അടാറ് കാഴ്ച തന്നെയായിരുന്നു. കാരണം അത്ര അടുത്തു നിന്നൊക്കെ മാനിനെ കാണുമല്ലേ. പിന്നെ ഇതാ വലിയൊരു ആനേനെ കണ്ടപ്പോൾ ഷുട്ട് ബേബി ഭയങ്കര ആക്റ്റീവായിട്ടോ. പിന്നെ ഒരു യമണ്ടൻ കാട്ടി ഗൈസ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി നിർത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ, നമുക്ക് കാട്ടിൽ നിർത്തുന്നതിന് പെർമിഷൻ ഇല്ലല്ലോ. സോ ഞങ്ങളിങ്ങനെ ഒരു സ്ലോ ആക്കിയിട്ട് അതിനെ കാണാനായിട്ട് നോക്കി. പിന്നെ ഞങ്ങൾ തെപ്പക്കാട് എത്തിയപ്പോൾ അതേ ആനങ്ങിൻ്റെ പാപ്പന്മാർ ആനനെ കുളിപ്പിച്ച് ഇങ്ങനെ കയറ്റി കൊണ്ടാണ് ആ ഒരു രംഗം അത് കണ്ടിട്ടോ. പിന്നെ അങ്ങോട്ട് ആനിമൽ സൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. ആർക്കും അങ്ങനെ വലിയ ആനിമൽ സൈറ്റൊന്നും കിട്ടില്ല. പിന്നെ സിംഹവാലക്കുരങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ മയിലും, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഹെയർ പിന്നൊക്കെ കടന്ന് മുകളിലെത്തിയപ്പോൾ ഓരോ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടോ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ കുറേ സൂര്യകാന്തി ഉണ്ടാവാറെങ്കിലും ഇപ്പോൾ ഈ ഒരു പിങ്ക് കളർ പൂവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ താഴത്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടുത്ത് നോക്കിയപ്പോൾ അതിലേറെ ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തന്നു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫസ്റ്റിക്ക് പോണ സ്ഥലങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. അങ്ങനെ ഫസ്റ്റ് പോയ സ്ഥലമാണ് ഹൗസ് ബോട്ട് കേസ്. അങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് എത്താൻ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ബോട്ടിങ്ങിൽ അങ്ങനെ സംഭവത്തിൽ കയറിയിട്ടില്ല. ആ ഒരു ആഗ്രഹം എന്തായാലും ഈ ഒരു യാത്രയിൽ എനിക്ക് സഫലമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഉമ്മച്ചി. പിന്നെ അതാ ചെറിയ അനിയന്, ഋഷു, ഷുട്ട് ബേബി, അനു, പിന്നെ കുട്ടന്. അത് രണ്ടും ഋഷുവിൻ്റെ പ്രദേശം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ട് യാത്ര തുടർന്ന് കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ. പുള്ളിക്കാരനെ തമിഴാണ് കേട്ടോ. ഞാൻ പുള്ളിക്കാരനോട് ഡിയോ അടിക്കാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അയാൾക്ക്. അതുകൊണ്ട് പുള്ളിക്കാരൻ മെയിൻ്റെ ചെയ്യാമെന്ന്, ഞാനും മെയിൻ്റെ ചെയ്യാമെന്ന്. പിന്നെ പുള്ളിക്കാരൻ ആരോടോ സംസാരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തുള്ളൂ. പിന്നെ അങ്ങനെ 2 റൗണ്ട് നമുക്ക് ആ ഒരു ലേക്കിൽ നമുക്ക് അടിക്കാം. പറയുമ്പോൾ ഇതൊരു അണക്കെട്ട് എന്തോ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ കൈയിട്ട് ആ വെള്ളം എടുക്കാൻ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് ചെരിഞ്ഞ് വീണ് പോകും, അതുകൊണ്ട് അടങ്ങിന്നോന്ന്. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് അടങ്ങിന്ന് ഗൈസ്. അങ്ങനെ ഷുട്ട് ബേബിനെ ഞാൻ വെച്ച് കുറച്ച് വീഡിയോ കൂടെ തന്നു. മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ഇഷ്ടം പോലെ മറ്റേ കിളിക്കൂടില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നേരെ പുറത്തേക്ക് പോന്നു ഗൈസ്.